വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. അതിന് ഞാൻ 2 കപ്പ് ബസുമതി അരിയാണ് ഇതൊരു 5 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. അതിന് 1 കപ്പ് ഗ്രീൻ പീസ് ഇത് പൊളിച്ചെടുത്തിരിക്കുന്നതാണ്. ചെറിയ 2 ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെജിറ്റബിൾ കൂടുതൽ ഇടേണ്ടവർക്കാണെങ്കിൽ ഇടാം. പിന്നെ അതിന് ഞാൻ ഒരു 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 4 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യാണ്. 1/2 നാരങ്ങയുടെ നീര് വേണം നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 2 കപ്പ് അരി ഉള്ളതുകൊണ്ട് ഞാൻ 4 ഗ്ലാസ് വെള്ളം, ചെറിയ ചൂടുവെള്ളം നമുക്ക് എടുക്കണം. ഇതിന് നമ്മൾ പറ്റിച്ചെടുക്കുവാണ്, ഊറ്റിയെടുക്കുന്നില്ല. നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ചൂടുകട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിസിൽ വെക്കുന്നില്ല, വെറുതെ അടപ്പ് വെച്ചിട്ട് മൂടി ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ നെയ്യ് ഇതിനകത്തോട്ട് ചേർക്കാം. ഈ നെയ്യ് നല്ലതുപോലെ ഒന്ന് ഉരുകി കഴിയുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല എല്ലാം മുഴുവനോടെ ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ ഈ ഗ്രാമ്പുമൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ, കറുവാപ്പട്ടയൊക്കെ ഒന്ന് നെയ്ക്കകത്ത് മൂക്കുന്ന കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ ചേർക്കാം. ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് പൊട്ടിയിട്ട് വേണം നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കാൻ. ഈ നെയ്ക്കകത്ത് അരി ഒന്ന് നല്ലപോലെ മൂക്കട്ടെ. ഇപ്പം നമ്മുടെ അരി ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു പൊട്ടുന്ന പോലെ, അരി പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ അരി നെയ്ക്കകത്തൊന്ന് നല്ലപോലെ മൂത്തെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഈ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. വെള്ളത്തിനകത്ത് നമുക്ക് ഈ ഉപ്പ് ചേർത്ത് നാരങ്ങയും ചേർത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കി അറിയാം നമ്മുടെ ഉപ്പ് പാകത്തിനായോ എന്ന്. നമ്മളിപ്പോൾ ഒന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇടണം, ഇല്ലല്ലോ പിന്നെ നമ്മൾ ചേരുവില്ല. പിന്നെ നമ്മൾ ഇതൊരു ലിഡ് വെച്ചൊന്ന് വെറുതെ ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്ലോ ആക്കിയാൽ മതി. ഈ വെള്ളം പറ്റുന്ന സമയത്ത് നമ്മുടെ പുലാവ് റെഡിയാവും. ഒരു ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുലാവ് റെഡിയായോ എന്ന് നോക്കാം. അതുകൊണ്ടോ നല്ല പറ്റി റെഡിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.